Okay, so welcome to the unboxing of the best iPhone ever. അതാണ് ഈ iPhone 15 Pro Max. ഇതാണ് അതിൻ്റെ ബോക്സ്. ഞാൻ ഈ ഒരു ഫോൺ 1,60,000 റുപ്പീസ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആക്ച്വലി HDFCയുടെ ഓഫറൊക്കെ ഉണ്ട്. എനിക്കത് ഈടാക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഈടാക്കുക. iPhone 15 Proയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 1,35,000 രൂപ. ഞാൻ എന്തുകൊണ്ട് iPhone 15 Pro വാങ്ങാതെ iPhone 15 Pro Max വാങ്ങിച്ച് അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് അൺബോക്സ്. ടിപ്പിക്കൽ ഐഫോൺ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഓപ്പൺ ചെയ്യാം. ഇവിടെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കീറിയാൽ മതി. ഫസ്റ്റ് തന്നെ ഫോണാണ്. ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് വരുന്നത്. ബ്രൈഡഡ് കേബിൾസ് ആണ് തന്നിരിക്കുന്നത്. നൈസ് ആണ് കേട്ടോ. മറ്റേ നമ്മുടെ പണ്ടത്തെ സംഭവം ഓർമ്മയുണ്ടല്ലോ, ഈ ലൈറ്റ്നിങ് കേബിൾ. ഈ ഭാഗം പൊട്ടിയ ഐഫോൺ കേബിൾ ഇല്ലാത്ത ഒരു ഐഫോൺ യൂസറും ഇല്ല. ഓക്കെ, സോ ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ്, അത്രേ ഉള്ളൂ. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൈനൽ റിവ്യൂ, കമ്പാരിസൺ, ക്യാമറ കമ്പാരിസൺ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബ്ലൂ ടൈറ്റേനിയം കളറുള്ള iPhone 15 Pro Max. ആക്ച്വലി എനിക്ക് താല്പര്യം നമ്മുടെ മറ്റേ ഉണ്ടല്ലോ, നാച്ചുറൽ ടൈറ്റേനിയം, അതിലായിരുന്നു. ഗ്രേ ഫിനിഷ് ഒക്കെയാണ് വരുന്നത്, പക്ഷേ ആ ഓപ്ഷൻ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്ലൂവിൽ സെറ്റിൽ ചെയ്തു. ബ്ലൂ നല്ലതാണ്. ഓക്കെ, ഇതാണ് 15 Pro സീരീസിന്റെ 4 കളേഴ്സ്. ഓക്കെ, നല്ല അടിപൊളി മിൻസ് ഉള്ള മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഓക്കെ, കണ്ടില്ലേ, ആപ്പിളിൻ്റെ ഐഫോൺ ആണ്. സോ നല്ല പ്രീമിയം ലുക്ക് ആൻഡ് ഫീലിലായിരിക്കും വരുന്നത്. 15 Pro സീരീസിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് ആണ് ടൈറ്റാനിയം ഫ്രെയിം. ഒരു ബ്രഷ്ഡ് ടൈറ്റാനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറ മോഡ്യൂൾ കണ്ടോ, ഈ ലെൻസിന് ചുറ്റുമുള്ള റിംഗ് ഇല്ല, അതും ടൈറ്റാനിയം ആണ്. iPhone 14 Pro Max ഉപയോഗിച്ച ഒരാൾ എന്ന നിലയിൽ ഈ ഫോൺ ഫസ്റ്റ് ടൈം കയ്യിലെടുത്തപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ലൈറ്റ് ആയിട്ട് തോന്നി. കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 20 ഗ്രാം ലൈറ്റർ ആണ്. അതിൻ്റെ മെയിൻ കാരണമാണ് ഈ ഒരു ടൈറ്റാനിയം ഫ്രെയിം. ഗുഡ് ജോബ് ആപ്പിൾ. എന്നാൽ ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ 14 Pro Max വരെ, അത് ഭയങ്കര ഒരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആയിരുന്നു. ഇത്രയും വില കൂടിയ ഫോൺ വാങ്ങുന്നതുകൊണ്ടാണ് ഈ ചെറിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ ടൈറ്റാനിയം ഫ്രെയിം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആ ഒരു പ്രോബ്ലം ആപ്പിൾ സോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെയും ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. അതായത് സ്മഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. എനിവേ, ഐഫോണിൻ്റെ ആ ഒരു ട്രേഡ് മാർക്ക് ബോക്സ് ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തു. ഇതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജിൽ ചെറിയ പൊടിക്കൊരിങ്ങനെ കർവ് കൊടുത്തിട്ടുണ്ട്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. iPhone 14 Pro Max കയ്യിൽ ഇങ്ങനെ കുത്തി കയറുമായിരുന്നു. ഇവിടെ ആ കുത്തി കയറുന്ന സംഭവം വളരെ കുറവാണ്. ഫ്രാങ്ക്ലി നിങ്ങളൊരു കേസ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. വെയിറ്റിൻ്റെ വ്യത്യാസം അറിയും, പക്ഷേ ഇൻ ഹാൻഡ് ഫീൽ ഒന്നും നിങ്ങൾ അറിയാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും യൂറോപ്യൻ യൂണിയനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് ടൈം എവർ ഐഫോണിൽ ടൈപ്പ് സി USB പോർട്ടിനെ സ്വാഗതം ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ കൂടെ വരുന്ന ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്. ആ കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഈസിലി നമ്മുടെ iPhone 15 Pro Max, 15 and 15 Plus ഈ 4ഉം ചാർജ് ചെയ്യാൻ പറ്റും. സാംസങ് ചാർജറും കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നു, ചാർജ് ആവുന്നുണ്ട്. നെക്സ്റ്റ് മോട്ടറോള ചാർജർ, വീണ്ടും ചാർജ് ആവുന്നുണ്ട്. റിയൽമി ചാർജർ ആൻഡ് കേബിൾ ചാർജ് ആവുന്നു. സോ സംഭവം വീട് കിട്ടിയില്ല. എന്നാൽ ഐഫോൺസ് PD ചാർജിങ്, അതായത് പവർ ഡെലിവറി ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ സാംസങ്ങിൻ്റെ ചാർജർ, അല്ലെങ്കിൽ പിക്സൽ ഡിവൈസിന് വേണ്ടി, നത്തിങ് ഫോണിന് വേണ്ടി, ഈവൻ മോട്ടറോള ഫോണിൻ്റെ കൂടെ വരുന്ന ചാർജറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ഒരു കൂടിയ സ്പീഡ് കിട്ടും. കൂടിയ സ്പീഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ 20 വാട്ട് ആണെന്ന് തോന്നുന്നു, ചിലർ 23 വാട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആപ്പിൾ ഒരിക്കലും തുറന്ന് പറയാറില്ല. ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവരാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് ആപ്പിൾ മാത്രമല്ല കേട്ടോ, ഈവൻ സാംസങ് ആണെങ്കിലും പിക്സൽ ആണെങ്കിലും. ഞാൻ ഒരിക്കലും 15 മിനിറ്റ് കൊണ്ടുള്ള മെഗാ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഒരു 45 മിനിറ്റ്, 40 മിനിറ്റ്. സോ ടൈപ്പ് സി പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ഐഫോൺ ഈ ഐഫോൺ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസ് ഉപയോഗിച്ച് ഈ ഐഫോൺ ചാർജ് ചെയ്യാം. ഈ ഐഫോൺ ഉപയോഗിച്ച് മറ്റൊരു ആൻഡ്രോയിഡ് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ USB ടൈപ്പ് സി പോർട്ടുള്ള ആക്സസറീസ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഈ ഒരു TWS, അത് നമുക്ക് വേണമെങ്കിൽ ഈ ഐഫോൺ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. വെരി നൈസ് ആണ്. ആക്ച്വലി ഗെയിം പാഡ് ഉണ്ടല്ലോ, ഗെയിം പാഡേ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, നമുക്കത് റിവ്യൂ വീഡിയോയിൽ കാണാം. എന്നാൽ ഇപ്പോഴും നമ്മുടെ ആ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, അത് വന്നിട്ടില്ല. വരാതെ എവിടെ പോകാനാണ്. നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇയർ എന്തായാലും ആപ്പിൾ അത് കൊണ്ടുവരും. ഇതിൻ്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റമാണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ. അതായത് പണ്ട് മ്യൂട്ട് ബട്ടൺ ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് മാറ്റിയിട്ട് പ്രോ സീരീസിൽ മാത്രം, സോ 15 Proയിലും Pro Maxലും മാത്രമായിട്ട് ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഫോൺ മ്യൂട്ടിലിടാം, റിംഗർ ഇടാം. അതിനോടൊപ്പം തന്നെ വേറെ കുറേ ഫംഗ്ഷൻസ് ഒക്കെ അസൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കണ്ടില്ലേ, ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്ത് ഒന്നോട് പ്രസ് ചെയ്താൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സൗണ്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫോൺ ഫോക്കസ് മോഡിൽ ഇടാം. ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈസിലി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മിസ്റ്റർ പെർഫെക്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം. ആ ഒരു ലോഞ്ച് ഈവന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു, അതായത് ഇതിൽ ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ഫീച്ചർ ഉണ്ടാകുമോ? ഇല്ല, അതും വരും.
വരാതെ എവിടെ പോകാനാണ്. അതും നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇയർ എന്തായാലും ആപ്പിൾ കൊണ്ടുവരും. പക്ഷേ അതില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ, നമുക്കൊന്നെങ്കിൽ മ്യൂട്ട് റിംഗറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീച്ചർ. ഈ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല. ഈ ആക്ഷൻ ബട്ടണൊക്കെ ആൻഡ്രോയിഡ് ഫോൺസ് പണ്ടേ വിട്ടതാണ്, പക്ഷേ ഇപ്പം വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഐഫോണിൽ വന്ന സ്ഥിതിക്ക്. ഐഫോൺ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ ഡിസൈനിൽ, നമുക്കത് അപ്രിഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഒരു ചേഞ്ചും വരുത്താതെ ഐഫോൺ 14 Pro Maxൽ ഉണ്ടായിരുന്ന ആ ഡിസ്പ്ലേ ഉണ്ടല്ലോ, എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. സാംസങ് S23 Ultra'യിൽ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, സെയിം പരിപാടിയാണ് ഇപ്പം ആപ്പിളും കാണിച്ചിരിക്കുന്നത്. അതിന് പ്രോബ്ലം ഒന്നുമില്ല, കാരണം ഈ ഡിസ്പ്ലേ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് ആണെങ്കിലും ഷാർപ്നെസ് ആണെങ്കിലും ക്ലാരിറ്റി ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും. പിന്നെ ഇത്തവണ ആപ്പിൾ ബെസൽ സൈസ് കുറച്ചിട്ടുണ്ട്. ഓക്കെ, സോ ചുറ്റുമുള്ള ബെസൽസ് കണ്ടോ, നല്ല യൂണിഫോം സ്ലിം ബെസലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരു നമ്മുടെ പില്ലുണ്ടല്ലോ, പില്ല് അവിടെ തന്നെയുണ്ട്. വീഡിയോ ഫുൾ സ്ക്രീൻ ചെയ്ത് കാണുമ്പോൾ അതിങ്ങനെ അവിടെ കിടക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ടു ആവും. പിന്നെ ഇത്തവണയും ഇതാ കണ്ടില്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. അതുപോലെ തന്നെ അടിപൊളിയാണ് ഇതിൻ്റെ സ്പീക്കർ പെർഫോമൻസ്. ആപ്പിൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷേ ആ ബേസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും ട്രബിൾ ആണെങ്കിലും ഭയങ്കര ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ അടിപൊളി സ്പീക്കർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ ഈ ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് ആണ് ദി മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ് എവർ. അതാണ് ആപ്പിളിൻ്റെ A17 Pro ചിപ്സെറ്റ്. സോ ഇത്തവണ പ്രോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 13 Pro ആണെങ്കിലും 14 Pro ആണെങ്കിലും 15 Pro ആണെങ്കിലും നിങ്ങൾ ഒരു നോർമൽ റെഗുലർ യൂസർ ആണെങ്കിൽ പെർഫോമൻസിൽ യാതൊരു വ്യത്യാസം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഫ്രാങ്ക്ലി അതാണ് സത്യം. പക്ഷേ നിങ്ങൾ ഒരു പ്രോ യൂസർ ആണെങ്കിലും ഈ ഒരു പ്രോ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഫാസ്റ്റർ ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് കിട്ടുന്നുണ്ട്. USB 3.0 ആണ് ഇതിലുള്ള ടൈപ്പ് സി പോർട്ട്. അവിടെ 15ലും 15+ലും USB 3.0 അല്ല, അത് 2.0 തന്നെയാണ്. പക്ഷേ ഇവിടെ ഫാസ്റ്റ് സ്പീഡ്സ് കിട്ടും. പക്ഷേ കൂടെ വരുന്ന ആ കേബിൾ ഉണ്ടല്ലോ, ആ കേബിൾ 2.0 സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഫാസ്റ്റർ സ്പീഡ് വേണമെങ്കിൽ പ്രത്യേകം കേബിൾ വാങ്ങേണ്ടി വരും. പിന്നെ ഈ A17 Pro ചിപ്സെറ്റിൽ നല്ല പവർഫുൾ GPU കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഇത് റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ കോൺസോൾ ലെവൽ ഗെയിമിംഗ് ഈ ഐഫോണിൽ ചെയ്യാൻ പറ്റും എന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ PS4 PlayStation 4ലുള്ള അസാസിൻ ക്രീഡ് ഉണ്ടല്ലോ, മൊബൈൽ വെർഷൻ അല്ല, അതേ വെർഷൻ, ആ PS-ലുള്ള അതേ വെർഷൻ നമുക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ചില റിവ്യൂസിന് അതിൻ്റെ ടെസ്റ്റിംഗ് സാമ്പിൾ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ആപ്പ് സ്റ്റോറിൽ വരുമല്ലോ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യാം. എന്തായാലും ഫ്രീ ഒന്നും ആയിരിക്കില്ല കേട്ടോ, അത്യാവശ്യം റേറ്റിലായിരിക്കും വരുന്നത്. എന്ത് റേറ്റ് ആയാലും നമ്മൾ എന്തായാലും അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിരിക്കും. ഇത്തവണ ബാറ്ററി സൈസ് പൊടിക്ക് കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന iPhone 14 Pro Max ഉണ്ടല്ലോ, മാക്സ് ആയതുകൊണ്ട് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പിന്നെ ഓക്കെ ആയിരുന്നു. പക്ഷേ iPhone 14 Proയുടെ ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ, കട്ട ശോകമായിരുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, ഒരു ലോങ് ടേം iPhone 14 Pro യൂസറിനോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തവണ 15 Pro വാങ്ങാതെ Pro Max വാങ്ങിയത്. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബ്രോ കാശ് വാരി എറി എന്നിട്ട് Pro Max മേടിക്കും. അതാണ് Pro Max മേടിച്ചു. മൂന്നാമത്തെ റീസൺ ആണ് ഫസ്റ്റ് ടൈം ഐഫോണിൽ വന്നിരിക്കുന്ന 5x ടെലിഫോട്ടോ ക്യാമറ. ഇതാണ് 15 Pro Maxൻ്റെ 48 MP ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ചില ഫോട്ടോസ്. അടിപൊളി ഫോട്ടോസാണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഐഫോൺ ആണ്. ഓക്കെ, പിന്നെ ഈ ഫോൺ വെച്ച് എടുക്കുന്ന നോർമൽ ഫോട്ടോസ് ഉണ്ടല്ലോ, അതും 24 MP സേവ് ആവുന്നത്. എന്നിട്ടും ഐഫോണിൽ ഇപ്പോഴും ആ ഒരു ഫാസ്റ്റ് ഷട്ടർ സ്പീഡ് ഉണ്ടല്ലോ, അതാണ്ടില്ലേ, കടകടകടകടയെന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സോ അത് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. ഇതാണ് 12 MP അൾട്രാവൈഡ് ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളേഴ്സ് ഉണ്ട്. എന്തായാലും ഇതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ വീഡിയോ ആണ്. റിവ്യൂ വീഡിയോയിലും പിന്നെ ക്യാമറ കമ്പാരിസൺ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം. ഐഫോൺ സ്റ്റിൽ ടേക്സ് ദ ബെസ്റ്റ് വീഡിയോ ഇൻ എനി സ്മാർട്ട് ഫോൺ. ഒരു രക്ഷയില്ലാത്ത ഒരു വീഡിയോ പെർഫോമൻസ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു എടുപ്പുണ്ടല്ലോ, അതായത് സാംസങ് ഫോൺസിന്റെ ഫോട്ടോസിൽ കിട്ടുന്ന ഒരു എടുപ്പുണ്ടല്ലോ, നമുക്ക് ഐഫോൺസിന്റെ വീഡിയോയിൽ കിട്ടും. എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കും, കളേഴ്സ് ആണെങ്കിലും ഇറ്റ്സ് വെരി നൈസ്. പിന്നെ ഇത്തവണ 4K at 60 FPS നമുക്ക് വേണമെങ്കിൽ ProRes വീഡിയോസ് എടുക്കാൻ പറ്റും. സോ നിങ്ങളൊരു പ്രോ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ലോഗ് മോഡിൽ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്നറിയാം, ഓട്ടോ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നോർമൽ ഫോട്ടോയാണ്, പോർട്രേറ്റ് ഫോട്ടോ അല്ല. പക്ഷേ ഈ ഒരു ഐഫോൺ ആ ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അതിലൊരു ആളുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡെപ്ത് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ബാക്കിലുള്ള ബ്ലർ, ആ ഇൻഫർമേഷൻ ആ സെയിം ഫോട്ടോയിൽ സേവ് ചെയ്ത് വെക്കും. സോ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഗാലറിയിൽ പോയിട്ട് ആ ഫോട്ടോനെ ഒരു പോർട്രേറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ പറ്റും. പിന്നെ നോർമലി ആൻഡ്രോയിഡ് ഫോൺസിൽ വരുന്നൊരു ഫീച്ചറാണ് ഈ ഫോക്കൽ ലെങ്ത്, അതായത് ഈ 28mm 35mm 50mm. അത് ഇത്തവണ ഈ ഫോണിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 13mm 24mm 28mm 35mm ആൻഡ് 120mm. സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4K at 30 FPS വീഡിയോ iPhone 15 Pro Maxൻ്റെ സെൽഫി ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ, ഇങ്ങനെ മൂടി കിടക്കുകയാണ്, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കളേഴ്സ് കുറച്ച് ഡല്ലായിരിക്കും. പക്ഷേ സ്റ്റിൽ ഐഫോണിൻ്റെ വീഡിയോ പെർഫോമൻസ് അടിപൊളിയാണ്. ഇവിടെയും അടിപൊളി വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ്. റിവ്യൂ വീഡിയോയിൽ ഞാൻ കുറേ ഡീറ്റെയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.